എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് ആണ്. ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.1-ലെ 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് 5th ക്വസ്റ്റ്യൻ? Given sec theta is equal to 30 divided by 12, calculate all other trigonometric ratios. ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. സീക്കിന്റെ റേഷ്യോ ആണ് 30 ഡിവൈഡഡ് ബൈ 12 വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മൊത്തം 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? സൈൻ, കോസ്, ടാൻ, സീക്ക്, കൊസീക്ക്, കോട്ട്. അപ്പൊ ഈ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അതിനൊരു ക്ലൂ ആയിട്ട് സീക്ക് തീറ്റ നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിവൈഡഡ് ബൈ 12. ആദ്യം നമുക്ക് എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും എഴുതാം. ആദ്യം നമുക്ക് സൈൻ എഴുതാം. സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. പിന്നെന്താണ്? ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. പിന്നെന്താണ്? സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൊസീക് തീറ്റ. സൈൻ്റെ നേരെ തിരിച്ച്, സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ സൈൻ്റെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇനി അടുത്ത കോസിന്റെ നേരെ തിരിച്ചുള്ളതാണ് സീക് തീറ്റ. സീക് തീറ്റ എന്താണ്? കോസ് വന്നിട്ട് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്ക് വന്നിട്ട് ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി അടുത്ത് എന്താണ്? നമുക്ക് കോട്ട് കൂടെ ഉള്ളത് ലാസ്റ്റത്തെ കോട്ട് തീറ്റ. കോട്ട് എന്ന് പറയുന്നത് ടാൻ്റെ നേരെ ഓപ്പോസിറ്റ്. ടാൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് ആണെങ്കിൽ കോട്ട് വന്നിട്ട് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോസ് എല്ലാം കണ്ടുപിടിക്കാം. അതിൽ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ സീക്കിന്റെ മാത്രമാണ് അല്ലെ. സീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 12. അപ്പൊ 30 ആരാണ്? ഹൈപ്പോട്ടേനസ്. 12 വന്നിട്ട് അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ഈ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആവരുത്. ഇവിടെയോ ഇവിടെയോ ആവാം. അപ്പൊ ഞാൻ ഇവിടെയാണ് തീറ്റ കൊടുത്തത്. ഇതിന് ഞാൻ പേര് കൊടുക്കുന്നത് ABC. ഓക്കെ, അപ്പൊ ഹൈപ്പോട്ടേനസ് 30. ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് ആരാണ്? ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കണം. ഇതാണ് ഹൈപ്പോട്ടേനസ്, അതാണ് 30. പിന്നെന്താണ്? തീറ്റയുടെ അഡ്ജസന്റ് സൈഡ്. തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇത് അതിന്റെ അഡ്ജസന്റ് സൈഡ് ഇതാണ്. ഇതാണ് അഡ്ജസന്റ്, ഇത് ഹൈപ്പോട്ടേനസ്. അപ്പൊ ഈ അഡ്ജസന്റ് സൈഡാണ് എത്ര? 12. അപ്പൊ നമ്മൾ അത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഓപ്പോസിറ്റ് സൈഡ് വേണം. കാരണം നമ്മുടെ സൈൻ എല്ലാത്തിനും ഓപ്പോസിറ്റ് സൈഡുകളാണ് ഉള്ളത്. അപ്പൊ ഹൈപ്പോട്ടേനസ് അഡ്ജസന്റ് ഉള്ളു. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് ഹൈപ്പോട്ടേനസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്, ഇത് ബേസ്. നമുക്ക് അറിയാത്തത് ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് ആരാണ്? AC. അപ്പൊ AC സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടേനസ് സ്ക്വയർ. ഹൈപ്പോട്ടേനസ് ആരാണ്? BC. BC സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ബേസ് ആരാണ്? AB. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടേനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്നാണ് ഫോർമുല. ആ ഫോർമുല നമ്മൾ എഴുതി. ഈ സ്ക്വയർ ഇങ്ങ് വരുമ്പോഴത്തേക്ക് എന്താവും? റൂട്ട് ആവും. അപ്പൊ ഞാൻ ഈ സ്ക്വയർ മായിച്ചിട്ട് ഇവിടെ റൂട്ട് ആയിട്ട് എഴുതും. സ്ക്വയർ ഈക്വൽ ടുന്റെ അപ്പുറത്ത് വരുമ്പം റൂട്ട് ആവും. Therefore AC is equal to root of BC. BC ആരാണ്? 30. 30 സ്ക്വയർ മൈനസ് AB. AB എത്രയാണ്? 12. അപ്പൊ 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് എന്ത് ഫോമിലാണ് ഇരിക്കണത്? A സ്ക്വയർ മൈനസ് B സ്ക്വയർ. അതായത് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന ഫോർമുലയിലാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫോർമുല എന്താണ്? A പ്ലസ് B ഇൻറ്റു A മൈനസ് B. ഇതാണ് A സ്ക്വയർ മൈനസ് B സ്ക്വയറിന്റെ ആൻസർ. അപ്പൊ A സ്ക്വയർ മൈനസ് B സ്ക്വയറിന്റെ ആൻസർ A പ്ലസ് B ഇൻറ്റു A മൈനസ് B. സോ ഇവിടെയും A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന ഫോർമാറ്റ് ഇരിക്കുന്നുണ്ട്. ഇതാണ് A, ഇതാണ് B. നമുക്ക് ഈ ഒരു ഫോർമുല എഴുതാം. A പ്ലസ് B. അപ്പൊ എന്താണ്? 30 പ്ലസ് 12. 13 പ്ലസ് 12 അല്ലെ? A പ്ലസ് B. അപ്പൊ 13 പ്ലസ് 12 ഇൻറ്റു A മൈനസ് B. അപ്പൊ A ഇതാണ്, ഇത് B ആണ്. അപ്പൊ A മൈനസ് B എങ്ങനെ എഴുതും? 30 മൈനസ് 12 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
13 12 പ്ലസ് ചെയ്ത് എത്ര കിട്ടും? 25 കിട്ടും. ഇൻറ്റു 13 12 പോയാൽ എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ റൂട്ട് 25 അല്ലേ? 25 ഇൻറ്റു 1 25. 25ന്റെ റൂട്ട് എത്രയാണ്? 5. കാരണം 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ 25ന്റെ റൂട്ട് എന്ന് പറയുന്നത് 5. അപ്പൊ ആൻസർ എത്രയാണ്? 5. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു 5. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് വേണം നിങ്ങൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ. പൈതഗോറസ് തിയറം മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കണം, നോക്കി മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, നമുക്ക് 3 സൈഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് റേഷ്യോസ് എല്ലാം എഴുതാം. സൈൻ തീറ്റയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. അപ്പം ഓപ്പോസിറ്റ് തീറ്റയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ഇതാണ് ഓപ്പോസിറ്റ്. സോ 5 ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടൈനസ്. ട്രയാങ്കുലർ ഹൈപ്പോട്ടൈനസ് എപ്പോഴും ഇതായിരിക്കും, ഈ വലിയ സൈഡ് ആയിരിക്കും. അത് 13 ആണ്. അത് എഴുതി. നെക്സ്റ്റ് കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, ഹൈപ്പോട്ടൈനസ് ഇതാണ്. അപ്പൊ 12/13. 12/13. അടുത്ത ടാൻ തീറ്റ. ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡും ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് 5/12. കൊസീക്ക് തീറ്റ എന്താണ്? ഹൈപ്പോട്ടൈനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടൈനസ്, ഈ ട്രയാങ്കുലർ ഹൈപ്പോട്ടൈനസ് 13 ആണ്. ബൈ ഓപ്പോസിറ്റ് സൈഡ്, ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് ഇതാണ്. അപ്പം 13/5 എന്ന് കിട്ടും. സീക് തീറ്റ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. ഇനി കോട്ട് തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോട്ട് തീറ്റ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഈ തീറ്റ ഏതാണ്? അതായത് ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് അത് ഇതാണ്, ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ 12/5. അപ്പൊ എല്ലാത്തിൻ്റെയും റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈസി അല്ലേ? ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, തന്നിരിക്കുന്നതിന്റെ റേഷ്യോ ഇട്ട് കൊടുത്തിട്ട് മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതിനുശേഷം ബാക്കി എല്ലാത്തിന്റെ റേഷ്യോകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം, മൊത്തം 6 ട്രിഗ്നോമെട്രി റേഷ്യോ ഉണ്ട്. അവരുടെ എല്ലാ റേഷ്യോ എന്താണെന്നുള്ളത് കാണാതെ പഠിച്ചു വയ്ക്കുക. അതെടുത്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഈസിയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്കിനി ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി അക്യൂട്ട് ആംഗിൾസ് such that cos A equal to cos B, then show that angle A equal to angle B. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ എ ആംഗിൾ ബി ആംഗിൾ അക്യൂട്ട് ആണ്. അക്യൂട്ട് എന്ന് വെച്ചാൽ 90 ഡിഗ്രിക്ക് താഴെ. അത് അതായത് 60 ഡിഗ്രി 30 ഡിഗ്രി 40 ഡിഗ്രി അങ്ങനെ 90 ഡിഗ്രിക്ക് താഴെയുള്ള ആംഗിളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എയും ബിയും അക്യൂട്ട് ആംഗിൾ ആണെന്ന് പറയുന്നു. അതുപോലെ ഇവിടെ ഒരു ക്ലൂ തരുന്നു, എന്താണ്? കോസ് എ, അതായത് ഈ എ ആംഗിളിന്റെ കോസ് റേഷ്യോയും ഈ ബി ആംഗിളിന്റെ കോസ് റേഷ്യോയും ഈക്വൽ ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിളും ഈക്വൽ ആണ് എന്ന് ഷോ ദാറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറയണം. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആയതുകൊണ്ട് 90 ഡിഗ്രി ട്രയാങ്കിൾ ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും. എയും ബിയും അക്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതായിരിക്കും എ, ഇതായിരിക്കും ബി. കാരണം ഇത് രണ്ടും 90 ഡിഗ്രി താഴെയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഈ പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 90 ഡിഗ്രി. അപ്പൊ ഇത് എ, ഇത് ബി, ഇത് വന്നിട്ട് സി. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി വന്നിട്ട് അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ അതെങ്ങനെ എഴുതാം? ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ലെസ് ദാൻ 90 ഡിഗ്രി. അക്യൂട്ട് എന്ന് വെച്ചാൽ 90 ഡിഗ്രിക്ക് ലെസ്, താഴെയാണ്. അപ്പൊ എന്താണ്? ഗിവൺ തന്നിട്ടുണ്ട്, ഗിവൺ അത് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? കോസ് എ ഇസിക്കൽ ടു കോസ് ബി എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ കോസ് എ ഇസിക്കൽ ടു കോസ് ബി അതെന്താണ്? അതും ക്വസ്റ്റ്യന് തന്നിട്ടുള്ളതുകൊണ്ട് ഗിവൺ. ഓക്കെ, അപ്പൊ കോസ് എ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. കോസ് എ എന്ന് വെച്ചാൽ എന്താണ്? കോസ് എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ആണ് കോസ്. ആരുടെ അഡ്ജസെന്റ്? എയുടെ.
അപ്പൊ എയുടെ അഡ്ജസന്റ് എന്ന് പറയുന്നത് ഇത്, ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് ഇത്. കാരണം 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിലാണ് ഹൈപ്പോട്ടേനസ് വരുന്നത്. സോ ബി എ ഈസ് ദ ഹൈപ്പോട്ടേനസ്, എ സി ഈസ് ദ അഡ്ജസന്റ് സൈഡ്. അപ്പൊ എയുടെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ സി. എയുടെ ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടേനസ് ഏതാണ്? എ ബി. ഓക്കെ, അതെ. ഇനി എന്തിനാണ് നമുക്ക് കോസ് ബി കണ്ടുപിടിക്കാം. കോസ് ബി എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ബിയുടെ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ബിയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ്. അപ്പം ഇതായിരിക്കും അഡ്ജസന്റ് സൈഡ്. അപ്പൊ ബിയുടെ അഡ്ജസന്റ് സൈഡ് ആണ് ബി സി. അപ്പൊ നമുക്ക് എഴുതാം ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി. അതും കണ്ടുപിടിച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞാൽ കോസ് എ ഈക്വൽ ടു കോസ് ബി. അപ്പൊ നമുക്കിത് ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണെന്ന് എഴുതാലോ. therefore AC by AB, അതായത് കോസ് എയുടെ വാല്യൂ കൊടുത്തു ഈക്വൽ ടു കോസ് ബി. കോസ് ബിയുടെ വാല്യൂ എന്താണ്? ബി സി ബൈ എ ബി. ഓക്കെ, ഈക്വൽ ടുന്റെ അപ്പുറവും ഇപ്പുറവും സെയിം വാല്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ ബി ഇസിക്വൽ ടു എ സി എന്നാണെങ്കിൽ എയും എയും കട്ട് ചെയ്തിട്ട് ഈക്വൽ ടു ബി ഇസിക്വൽ ടു സി എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. എ ബി ഈക്വൽ ടു എ സി എന്നാണെങ്കിൽ സെയിം വാല്യൂ ഈക്വൽ ടു അപ്പുറവും ഇപ്പുറവും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഫൈനലി എന്ത് എഴുതാം? ബി ഈക്വൽ ടു സി എന്ന് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇത് ഇൻറ്റു ഫോം ആണെങ്കിൽ, ഡിവിഷൻ ഫോമിലാണെങ്കിൽ എ ബൈ എം ഈക്വൽ ടു ബി ബൈ എം എന്നാണെങ്കിൽ ഈ എമ്മും എമ്മും കാരണം ഈക്വൽ ടു അപ്പുറം ഇപ്പുറം സെയിം ആണ്. എം ഉണ്ട്, ഇവിടെ എം ഉണ്ട്, അവിടെ എം ഉണ്ട്. ഇവിടെ ഡിവൈഡഡ് ഫോമിലാണ്, ഇവിടെ ഡിവൈഡഡ് ഫോം ആണെങ്കിൽ അതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ബി. അതായത് എം എമ്മും കട്ടായി പോകുമ്പോൾ എയും പിന്നെ ബിയും മാത്രം, എ ഈക്വൽ ടു ബി ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതേ ഫോർമാറ്റിലാണ് ഇതും കിടക്കുന്നത് അല്ലെ. എ സി ഡിവൈഡഡ് ബൈ എ ബി, ബി സി ഡിവൈഡഡ് ബൈ എ ബി. ഇവിടെയും എ ബി ഉണ്ട്, ഇവിടെ എ ബി ഉണ്ട്. അപ്പൊ എ ബി നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ആരാണുള്ളത്? എ സി ഈക്വൽ ടു ബി സി. എ സി ഈക്വൽ ടു ബി സി മാത്രമാണ് ഉള്ളത് അല്ലേ. അപ്പൊ എ സി ആരാണ്? ഈ വശം, ഈ ഒരു സൈഡാണ് എ സി. ബി സി വന്നിട്ട് ഈ ഒരു സൈഡ്. ഇത് രണ്ടും എന്താണ്? ഈക്വൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സൈഡും ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയ ആ ട്രയാങ്കിളിനെ എന്തെന്നാണ് നമ്മൾ വിളിക്കുന്നത്? ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. കാരണം ഒരു ട്രയാങ്കിളിൽ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ എന്തായി? ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, ആ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതിപ്പോ 90 ഡിഗ്രി ആയി. അപ്പൊ ഇനി ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു ട്രയാങ്കിൾ ടോട്ടൽ 180 ഡിഗ്രി ആണ്. ആ 180 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രി പോയാൽ ഇനി ബാലൻസ് 90 ഡിഗ്രി ഉണ്ട്. ആ 90 ഡിഗ്രിയെ നമുക്ക് ഈക്വൽ ആയിട്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 45 ഡിഗ്രി കിട്ടും, ഇവിടെ 45 ഡിഗ്രി കിട്ടും. അപ്പൊ ഇതിൽ കൂട്ടുമ്പോൾ 90 ഡിഗ്രി ആവുള്ളൂ. അപ്പൊ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ എ സി ഈക്വൽ ടു ബി സി എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞുകൊണ്ട് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് തന്നെയാണ് നമ്മളോട് ഷോ ദാറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന ആംഗിളും ബി എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് ഷോ ദാറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് എന്തെന്ന് എഴുതാം? therefore ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. രണ്ട് സൈഡ് ഈക്വൽ ആയ രണ്ട് ആംഗിളും ഈക്വൽ ആകും. അപ്പൊ നമുക്ക് അത് പ്രൂവ് ഒന്ന് എഴുതാം. ഇൻ എ ട്രയാങ്കിൾ, അപ്പൊ നമുക്ക് ആ ഷോ ദാറ്റ് ചെയ്ത് കഴിഞ്ഞു. ആംഗിൾ എയും ആംഗിൾ ബിയും ആണെന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അതിൽ പോയിന്റ്സ് ആയിട്ട് എന്ത് എഴുതാം? ഇൻ എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ, ആ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഹെൻസ് പ്രൂവ്ഡ്. അപ്പൊ നമ്മൾ അത് എഴുതി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ഇതുപോലുള്ള ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.